നമസ്കാരം. ഇന്ത്യയിൽ നിന്നും കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് ഇന്ത്യയുടെ മെക്കിട്ട് കയറാൻ വരുന്നതിന് പാകിസ്ഥാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതായത് എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് പാകിസ്ഥാൻകാരാണെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ്. ഇന്ത്യക്കെതിരെ വീരവാദം മുഴക്കി മുന്നേറുമ്പോൾ പാകിസ്ഥാന്റെ ഭയന്നോട്ടം വൈറലാവുകയാണ്. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാർ ആക്രമണം ഭയന്ന് പേടിച്ചോടുന്ന വീഡിയോയും ഫോട്ടോകളുമാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലായി പ്രചരിക്കുന്നത്. ബലൂച്ച് ആർമിയുടെ ആസൂത്രിതമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് പാകിസ്ഥാൻ ആർമി ജീവനം കൊണ്ട് പായുന്നത്. ഇന്ത്യയോട് മുട്ടാൻ പാക് പട്ടാളത്തെ ഒരുക്കുന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറിന് തന്നെ ഇത് നാണക്കേടായി. ധൈര്യശാലികൾ എന്ന പൊങ്ങച്ചം കാണിച്ച പാകിസ്ഥാൻ സേനയുടെ ഭീരുത്വം തുറന്നു കാട്ടുന്നതാണ് ഈ വീഡിയോ. ഈ സമയത്താണ് വീണ്ടും ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിലായിരുന്നു അസീം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവന വന്നത്. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിയാൻ കാത്തിരിക്കുകയാണെന്നും എന്നിട്ട് വേണം 10 മിസൈൽ കൊണ്ടതിനെ തകർക്കാനെന്നുമായിരുന്നു അസീമിന്റെ പരാമർശം. സിന്ധു നദി ഇന്ത്യയുടെ കുടുംബ സ്വത്തല്ലെന്നും തങ്ങൾക്ക് മിസൈൽ ക്ഷാമമില്ല എന്നുമാണ് അസീമിന്റെ ഭീഷണി. ഈ സമയത്താണ് ബലൂച്ച് ആർമിയുടെ ആക്രമണത്തിൽ പാക് സേന ഓടി ഒളിച്ചത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ്. ഈ പ്രവശ്യയെ പാകിസ്ഥാനിൽ നിന്നും വേറിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ പ്രയത്നിക്കുന്ന ബലൂച്ച് ആർമിയുടെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളം ചിതറിപ്പോവുകയായിരുന്നു. ബലൂചിസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുള്ള പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റിൽ കാവൽ നിൽക്കുകയായിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെയാണ് ബലൂച്ച് ആർമി ആക്രമണം അഴിച്ചുവിട്ടത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാകിസ്ഥാൻ പട്ടാളം ചിതറി ഓടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായി ബലൂച്ച് ആർമി പാക് പട്ടാളത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂച്ച് പ്രവശ്യയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന്റെ എക്സ്പ്രസ് തീവണ്ടികൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഇവർ അഴിച്ചുവിടുന്നത്. കെറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസിന് നേരെ മാർച്ച് 11 നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി യാത്രക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ബോഗികളും തകർന്നിരുന്നു. ഈ ബലൂച്ച് ആർമിയെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇതുവരെ ഒന്നും കഴിഞ്ഞില്ലെന്നതും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ദൗർബല്യമായാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ബലൂച്ച് ആർമിയെ പോലും തകർക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ പട്ടാളമാണോ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വരുന്നത് എന്ന പരിഹാസവും അസീം മുനീറിന് നേരെ ഉയരുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച